Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്നേ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ഒറിജിൻ OSന്റെ സ്റ്റേബിൾ വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ X200 Pro ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ആക്ച്വലി പ്രൈമറി ഡിവൈസിൽ നിന്ന് മാറ്റിയതായിരുന്നു. അത് എന്താ വെച്ചാൽ കാരണം വെച്ചാൽ നമ്മളിത് സെൽ ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയായിരിക്കും നമ്മുടെ അടുത്ത മാസം X300 Pro വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെൽ ഔട്ട് ചെയ്തിട്ട് വേണം നമുക്കത് വാങ്ങിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് S24 Ultraൻ്റെ പ്രൈമറി ഡിവൈസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒറിജിൻ OSന്റെ ഒരു റിവ്യൂ പോലെ നമുക്ക് പറയാം. ഇത് ഈ വാൾപേപ്പർ ഞാൻ ചോദിക്കേണ്ടത്, ഞാൻ ആക്ച്വലി എൻ്റെ ഒരു നമുക്ക് ഈ വീഡിയോസ് വാൾപേപ്പർ ആക്കാനുള്ളൊരു ആപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതുവരെയായിട്ട് അപ്രൂവൽ വന്നിട്ടില്ല ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ശേഷം. അപ്പോൾ ഓവറോൾ കുറേ ചേഞ്ചസും ആനിമേഷൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ട് പോയിന്റുകളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ മറക്കാണ്ടിരിക്കാൻ. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു സംഭവം മെയിനായിട്ട് തോന്നിക്കുന്നത് ഫ്ലിപ്കാർട്ട്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചറായിരുന്നു. നമുക്ക് സെറ്റിങ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ പേജും ഭയങ്കരമായിട്ട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ആൻഡ്രോയിഡ് 16-ലത്തെ സെയിം പോലെ വന്നിട്ടുണ്ട്. ആ കളർ ടോണും സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിതിൽ പോയിട്ട് ഫ്ലിപ്കാർട്ട്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ വാൾപേപ്പർ 4 വാൾപേപ്പർ, അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 വാൾപേപ്പർ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മോഡാണ് ഫ്ലിപ്കാർട്ട്സ്. അത് നല്ല സംഭവമാണ്. അത് വന്നിട്ടുണ്ട്. പിന്നെ ലോക്ക് സ്ക്രീനിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിൽ നമുക്ക് ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഫീച്ചേഴ്സും കുറേ എണ്ണമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആനിമേഷൻസ് ആണ് മെയിൻലി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ആനിമേഷൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഓക്സിജൻ OS 16 പോലെയൊക്കെ തന്നെ നമ്മളതിൻ്റെ വീഡിയോ നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ നല്ല ആനിമേഷൻ ഇഫക്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ AOD ഉണ്ടല്ലോ നമ്മുടെ ഈ സാധനം, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അത് നമുക്ക് ഇതേപോലെ വാൾപേപ്പർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിങ്ങനെ നമ്മുടെ ഐഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, വാൾപേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് മങ്ങി വെക്കും. അത് നമ്മുടെ ആ പരിപാടി ഇതിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ട്രാൻസിഷൻ ഇഫക്ട്സുകളാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യില്ല, അത് ആക്ച്വലി ഒരു സെറ്റിങ്സിൽ പോയിട്ട് കുറേ ട്രാൻസിഷൻ ഇഫക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ലോക്ക് സ്ക്രീൻ ലേഔട്ട്, ഹോം സ്ക്രീൻ ലേഔട്ടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക 4:6 അങ്ങനത്തെ മോഡുകൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതൊക്കെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐക്കൺ ഷേപ്പുകളാണ്. നമുക്കിപ്പോൾ തന്നെ Amex-ൻ്റെ ആപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, നമുക്കിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്തത് വേണ്ട. ഇപ്പോൾ എൻ്റെ വേറൊരു ഐക്കണില്ല, ഇത് ഫോൾഡറോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിതിൽ ഇത് ഫോൾഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്കിതുപോലെ ഫോൾഡറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു ഫോൾഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അത് എല്ലാ ആപ്സും സപ്പോർട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാരണം. പിന്നെ ഒറിജിൻ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചത് അവിടെ അത് ഒറിജിൻ ഹെൽത്ത് കണ്ടോ. നമ്മുടെ സാംസങ് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒറിജിൻ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ സ്ലീപ്പ്, എക്സസൈസ് റെക്കോർഡ്, ഹാർട്ട് റേറ്റ് ആ പരിപാടിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ ഫോണിൻ്റെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ പവർ ഓഫ് ബട്ടൺ പുതിയതായിട്ട് അത് ഞാൻ ഇട്ടുണ്ടാകുന്നില്ല, നമുക്കിവിടെ നോക്കിയാൽ കാണാം. പവർ ഓഫ് ബട്ടൺ അവിടെ കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ പവർ ഓഫ് ബട്ടൺ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇത് അമർത്തി പിടിച്ചാലും മതി. ഇതല്ല, ഇതാ കണ്ടോ, ഇത് കണ്ടോ, പുതിയൊരു പവർ ഓഫ് ബട്ടൺ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പവർ ബട്ടണും ഈ അപ്പ് ബട്ടണാണ് അമർത്തേണ്ടത്. കണ്ടോ, അതിൻ്റെ ആനിമേഷൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര സ്മൂത്താണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ X200 Pro എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഹൈ എൻഡ് പ്രൊസസ്സറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രാഗ് ആൻഡ് ഗോ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഷെയർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടല്ല നമുക്ക് ഓപ്ഷൻ വരാനുള്ളൂ. അതിന് പകരം ഇപ്പോൾ ആ സാധനം ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫയൽ മാനേജർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ആദ്യം ഫയൽ മാനേജർ ഉണ്ടാവുന്നില്ല ഇൻബിൽഡായിട്ട് ഫണ്ട് ചോയ്സിൽ. നോർമൽ നമ്മുടെ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സാധനം മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫയൽ മാനേജർ വന്നിട്ടുണ്ട്. പിന്നെ വിവോ ഓഫീസ് കിറ്റ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിൻഡോസിലും മാക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം അത്. പിന്നെ 1 ടാപ്പ് ട്രാൻസ്ഫർ ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്പിളിൻ്റെ പരിപാടി ഉണ്ടെന്നില്ല, ആപ്പിൾ ടു ആപ്പിൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അതുപോലെ വിവോ ടു വിവോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഇപ്പം എൻ്റെ തൽക്കാലം X200 FE ഇപ്പോൾ കയ്യിലില്ല, വൈഫിൻ്റെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരായിരുന്നു. പിന്നെ ഗാലറി ചെറുതായിട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ AI ഫീച്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നേക്കുന്നത് പ്രൈവറ്റ് സ്പേസ് എന്നൊരു ഫീച്ചർ. അത് ആക്ച്വലി നമ്മുടെ പിക്സലിലൊക്കെ ഉള്ള ഫീച്ചറാണ്. നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു പരിപാടിയാണ്. നമുക്ക് സാംസങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ്ങിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു പേര് ഞാൻ പറഞ്ഞല്ലോ, സെക്യൂർ ഫോൾഡർ ഉണ്ട്. അതേപോലത്തെ ഒരു പരിപാടിയാണ്. ആ സാധനം വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാങ്ക് ഡാറ്റ ഓതറൈസേഷൻ എന്ന സാധനം വന്നിട്ടുണ്ട്. അതായത്
ഞാൻ അവിടെ വേണമെങ്കിൽ കാണിച്ചാൽ അത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ പുതിയൊരു ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ കുറേ ആപ്പുകൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതായത് നമുക്കിപ്പോൾ പെർമിഷൻ ചോദിക്കില്ലേ ഞാനത് കാണിച്ചു തരാം ജസ്റ്റ് ബ്ലാങ്ക് ഡാറ്റ ഓതറൈസേഷൻ കണ്ടു അപ്പോൾ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോൾസും കോൺടാക്ട്സും അപ്പോൾ കുറേ ഉടായ്പ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ലോൺസുകൾ ആപ്പ് അങ്ങനെ സാധനമൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ അതിന് ശേഷം നമുക്ക് ആപ്പ് ഈ ബ്ലാങ്ക് ഡാറ്റ ഓതറൈസേഷനിൽ പോയിട്ട് അത് മാറ്റാം അതൊരു നല്ലൊരു ഫീച്ചറാണ് ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആഡ് ഓൺ വന്നേക്കുന്നതാണ് പിന്നെ ആപ്പ് ക്ലോണറിൽ നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടിയും ആപ്സുകൾ ഫീച്ചേഴ്സ് അതായത് കുറച്ചും കൂടി ആപ്പ് ക്ലോൺ ചെയ്യാനുള്ള ആപ്പുകളിൽ കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെ ആനിമേഷൻ ചാർജിങ് ആനിമേഷനും ആ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ഫീച്ചർ സെലക്ട് ചെയ്യാനുള്ള കുറച്ച് ഒരു 4-5 എണ്ണം ആഡ് ആയിട്ടുണ്ടെന്ന് മാത്രം വേണമെങ്കിൽ പറയാം അപ്പോൾ ഓവറോൾ എന്താ പറയുക ഫൺ ടച്ചേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ആനിമേഷൻസും സംഭവങ്ങളൊക്കെ അതുപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ മറ്റേലൊക്കെ നമുക്ക് ഇതിങ്ങനെ ചുമ്മാ സ്വൈപ്പ് ചെയ്താൽ പോകായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഡബിൾ സ്വൈപ്പ് ചെയ്യണം നല്ല പോകുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മുടെ ആപ്പിളിൻ്റെ സാധനം പോലെയാണ് എല്ലാം തല തിരിച്ച് മൂക്ക് പിടിക്കുന്ന പരിപാടി പോലത്തെയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേലൊക്കെ നമുക്ക് ഒരു സ്വൈപ്പ് മതിയായിരുന്നു ഇപ്പോൾ വേറെ ഇത് ആൻഡ്രോയിഡ് എടുത്താലും അങ്ങനെ തരും ഇതിൽ പക്ഷേ അങ്ങനെയല്ല കേട്ടോ അതാണ് എനിക്ക് മെയിനായിട്ടൊരു ഡ്രോബാക്ക് പോലെ തോന്നിയത് പിന്നെ നമുക്കിപ്പോൾ സെറ്റിങ്സ് പേജിൽ ഞാൻ അതിൻ്റെ ബോർഡ് ഡിവൈസ് ഒക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം നമുക്ക് ബോർഡ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ OS 6 അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും 512 GB 50 GB കോംപ്രഷൻ വരുന്നുണ്ട് 50 GB അതുപോലെ തന്നെ V3+ ചിപ്പാണ് ഇതിൽ വരുന്നത് 6000 mAh ബാറ്ററി ആ സംഭവമൊക്കെ ഡീറ്റെയിൽ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല കാണിക്കുന്നത് അതൊക്കെ കുറച്ച് ഭയങ്കര ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലീൻ ആൻഡ് എന്താ പറയുക സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റം അപ്ഡേറ്റ്സിൻ്റെ കാര്യം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് സിസ്റ്റം അപ്ഡേറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൽ ട്രയൽ വേർഷൻ എന്ന സാധനം ഉണ്ട് കണ്ടോ വേർഷൻ ട്രയൽ അതിൽ കയറിയിട്ട് നമുക്ക് നോക്കാട്ടോ അത് കിട്ടുന്നതും സ്റ്റേബിൾ വേർഷൻ തന്നെയാണ് അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അത് ആക്ച്വലി കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ആക്ച്വലി അവരെ കസ്റ്റമർ കെയറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇത് ഡയറക്റ്റ്ലി കിട്ടുന്നില്ല അപ്ഡേറ്റ് അതുപോലെ തന്നെ ഇതിപ്പോൾ ആക്ച്വലി X200 സീരീസ് ഓൾമോസ്റ്റ് എല്ലാത്തിനും അപ്ഡേറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടാത്തവർ ജസ്റ്റ് 2-3 ദിവസം കൊണ്ട് ഇന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ X200 ആയിക്കോട്ടെ X200 FE ആയിക്കോട്ടെ X200 Pro ആയിക്കോട്ടെ എല്ലാത്തിനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള ഡിവൈസുകൾക്കൊക്കെ ഇനി വഴിയെ ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് വരും പിന്നെ ബഡ്ജറ്റ് കാറ്റഗറിയിലെ ഫോണുകൾ അടുത്ത കൊല്ലമായിട്ട് അങ്ങനെ വരുന്നോണ്ടിരിക്കും കേട്ടോ അതിൻ്റെ പ്ലാൻ അവർ അങ്ങനെയാണ് എന്തായാലും ഇവർ ആക്ച്വലി ഞാൻ വിചാരിച്ചാൽ അന്ന് ഡിസംബറിലൊക്കെ ലോഞ്ച് ചെയ്യുന്നുള്ളതെന്ന് വിചാരിച്ചു പക്ഷേ അത് പെട്ടെന്നാക്കി അവർ നവംബറിൽ തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ കൊണ്ടുവന്നു നല്ല അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇനി പുതിയ X300 സീരീസ് ഇറങ്ങുന്നതിനായിട്ട് മുമ്പ് എല്ലാത്തിനും കൊടുക്കുന്നത് ഒരു നല്ല പരിപാടിയാണ് എന്ന് വെച്ചാൽ നോർമലി സാധാരണ അവരുടെ പുതിയ ഫോൺ കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ ബാക്കി എല്ലാ ബ്രാൻഡുകളും അവരുടെ പഴയ മോഡലിൽ കൊടുക്കുക ഇത് പക്ഷേ അതിന് മുമ്പേ കൊടുത്തു അത് നല്ലൊരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു റിവ്യൂ എന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 24 മണിക്കൂർ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ആ നോട്ടിഫിക്കേഷനിലത്തെ സംഭവമായിരുന്നു ബാക്കിയൊക്കെ കൊള്ളാട്ടോ ബാക്കിയൊക്കെ അനിമേഷൻ ആയിക്കോട്ടെ ബട്ടർ സ്മൂത്ത് ആയിക്കോട്ടെ നല്ലൊരു സണ്ട് പിന്നെ കാണാൻ പിന്നെ നമുക്ക് നമ്മുടെ ഈ കൺട്രോൾ സെൻറ്റർ കണ്ടു അത് മറ്റേ മുമ്പത്തെക്കാട്ടും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് കാണാം നമ്മുടെ ഗ്ലാസ് ഫിനിഷ് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ iOS 26 കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ കാര്യം അത് എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അത് കുറച്ചുകൂടി കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റും ചെയ്തിട്ടുണ്ട് iOS-നെക്കാട്ടും അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കട്ടെടുക്കുന്നത് കുഴപ്പമില്ല അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റാക്കി അതിനായിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് അതാണ് എടുത്ത് പറയാനുള്ള സംഭവം ഈ ചൈനീസ് ബ്രാൻഡുകൾക്ക് എല്ലാ പരിപാടി ഉണ്ട് iOS-ന് കുറച്ച് ഇഷ്ടം കട്ടെടുക്കൽ പക്ഷെ അത് സൂപ്പറായിട്ട് iOS-നായിട്ട് സൂപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വിക്ക് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ OS 6-ൻ്റെ ഒരു സ്റ്റേബിൾ വെർഷൻ്റെ അപ്പോൾ വൈനപ്പ് ചെയ്യാട്ടാ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് കോൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ് നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ അപ്പോൾ മറക്കണ്ട അടുത്ത വീഡിയോ കാണാം